ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് സുധാസ് വെള്ളിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, ഇന്ന് എല്ലാവരും കാത്തിരുന്നൊരു ദിവസമാണ്. എല്ലാവരും ഇന്നലെ ചിലപ്പോൾ ഞാൻ ഭയങ്കര കാത്തിരുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ഡേറ്റ് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ഇന്ന് ജൂൺ 1, നാളെ എത്രയാണ്? ജൂൺ 2. മനസ്സിലാവാനുള്ളതേ ഉള്ളൂ. അതെ, നാളെ ജൂൺ 2 നമ്മുടെ സ്കൂൾ തുറക്കുകയാണ്. എല്ലാത്തും ജൂൺ 2 തുറക്കുന്നത്. അപ്പം നാളെയാണ് നമ്മുടെ സ്കൂളൊക്കെ തുറക്കുന്നത്. അപ്പം പകുതി സ്കൂള് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം പകുതി ദിവസം പൊതുസ്ഥാപനങ്ങൾക്കെല്ലാം അവധിയായിരുന്നു. അതായത് ഈ ട്യൂഷൻ സെൻറ്റർ, വെക്കേഷൻ ക്ലാസ്സിലൊക്കെ ട്യൂഷൻ സെൻറ്റർ, മതപാഠശാല എന്നീ ഇതൊക്കെ അവധിയായിരുന്നു. അപ്പം അവധിയായതുകൊണ്ട് തന്നെ ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ വാർത്തയ്ക്കകത്ത് വന്നു ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കുന്ന. പക്ഷെ ഇനി അത് മാറുമോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ, ഞങ്ങൾ പണ്ട് പഠിച്ച സ്കൂളിൽ, അതായത് GNSC പഠിച്ചപ്പം അവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ അവിടെ 5 വരെ ഉള്ളൂ. ഇനി ഞാൻ 6 അപ്പം അവിടെ 5 വരെ ഉള്ളൂ. അതുകൊണ്ട് അവിടുന്ന് മാറേണ്ടി വന്നു. അത് ഒരു സങ്കടവും, പ്രത്യേകത ദിവസമോ, പക്ഷെ ഭയങ്കര സങ്കടവുമാണ്. എല്ലാം ഒരു കൂടി വരും കേട്ടോ. അപ്പം നമ്മൾ പണ്ട് പഠിച്ചതിൽ ഗേൾസ് 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്, പണ്ട് പഠിച്ച സ്കൂളിൽ. അപ്പം 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവരെല്ലാവരും കൂടിയിട്ട് ഓരോ സ്ഥലത്തോട്ട് പോകണം. അത് മാത്രമല്ല പുതിയ സ്കൂൾ, ആ സ്കൂളിൽ നിന്ന് പോകുന്നതിനൊക്കെ ഭയങ്കര സങ്കടം. പലയിടത്തോട്ടാട്ടോ പോകുന്നത്. ഞങ്ങളിൽ 10 പേരിൽ 7 പേര് ഞാൻ പഠിക്കുന്ന സ്കൂളിലോട്ട് തന്നെയാണ്. ബാക്കി 3 പേര് വേറെ സ്കൂളിലോട്ട്. ഒരാൾ SCTMലും 2 പേര് അമ്പല സ്കൂളിലുമാണ്. ഞങ്ങൾ സനാതനത്തിലാണ്. അപ്പോൾ ഒരു പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ് ഒക്കെയാണ് കിട്ടാൻ പോകുന്നത് ഈ വർഷം. പിന്നെ അത് ഭയങ്കര സങ്കടവും ആട്ടോ, ഓരോരുത്തർ സ്കൂളിലോട്ട് പോകുന്നതിനും പിന്നെ ഇങ്ങനെ പുതിയ ആ സ്കൂളിൽ നിന്ന് പോകുന്നതിനും. അപ്പം ഇന്നത്തെ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ബാഗ് വാങ്ങിച്ചില്ല. ബാഗ് കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബാഗ് നല്ല വൃത്തിക്കിരിപ്പുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ കഴുകിയൊക്കെ എടുത്ത് ആ ബാഗ് അടുത്ത വർഷം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം പുതിയ ബാഗ് അങ്ങനെ വാങ്ങിച്ചില്ല. പുതിയ ബാഗ് വാങ്ങിക്കേണ്ടത് ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ. നല്ല പുതിയ ബാഗാണ് മറ്റേത്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ട് പകുതി ദിവസം അതെടുത്തില്ല. എന്നാ വെച്ചാൽ സ്കൂൾ പകുതി ദിവസം ഇല്ലായിരുന്നു എനിക്ക്. ഞങ്ങൾക്ക് അവിടുത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പകുതി ദിവസം വേറെ ബാഗാണ് കൊണ്ടുപോയത്. പകുതി ദിവസം അത് എനിക്ക് തോന്നുന്നു 3 മാസമൊക്കെ ആ ബാഗ് കൊണ്ടുപോയുള്ളൂ. അത് കൊണ്ടുപോയിട്ടില്ല സ്കൂളിൽ. എന്നാ വെച്ചാൽ വേറെ ബാഗായിരുന്നു. പകുതി ദിവസം ചിലപ്പോൾ ഞങ്ങൾ ക്ലാസ് കാണത്തില്ല, എന്തെങ്കിലും യോഗ അങ്ങനെ വല്ലതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. ബുക്കും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് തന്നെ ആ ബാഗ് അങ്ങനെ എടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു വേറെ ബാഗ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പോയായിരുന്നു. പൗച്ച് പോയി. എൻ്റെ പൗച്ച് കണ്ട അവസ്ഥ മനസ്സിലാവും. ഇവിടെ എല്ലാം കീറിപ്പോയി. അതൊക്കെ അങ്ങനെ പോയി ഗൈസ്. അപ്പം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്കത് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കൂളിലോട്ട് വേണ്ട ഐറ്റംസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കൂളിലോട്ട് ആവശ്യമായിട്ട് വേണ്ടത് ഇങ്ങനെ നമ്മൾ ബോക്സും ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാട്ടോ. ആദ്യത്തെ സാധനം എൻ്റെ ഒരു പൗച്ചാണ്. എനിക്ക് ഈ പൗച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പൗച്ചാട്ടോ ഇത്. ഇങ്ങനെ തുറക്കുമ്പോഴത്തേന് ഒരു നൈസായിട്ട് നല്ല രസമുള്ളൊരു പൗച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഒരു ബാർബിയുടെ പൗച്ച് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. എൻ്റെ സ്പേസ് അത് ഞാൻ കാണിച്ചു തരാം. സാധനങ്ങളും കാണിച്ചു തരാം. ഇതിൻ്റെ സ്പേസ് ഇത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അല്ല സാർ കേട്ടോ, ഇത് കണ്ട പുറമേന്ന് കാണാനും അകത്തും ഈ ബാർബിയുടെ ഇത് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ഈ പൗച്ചിൻ്റെ അകത്തെ സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂണിഫോം ഇപ്പോൾ പുതിയ ഇതായതുകൊണ്ട് എൻ്റെ യൂണിഫോമിൻ്റെ കളർ ഈ ബ്ലൂ കളറാണ്.
ഈ ഹെയർ ബാൻഡിന്. അപ്പം ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബ്ലൂ ക്ലിപ്പ് വാങ്ങിച്ച് സ്ലൈഡ് കണ്ട, ഒരു ബ്ലൂ കളറിലെ ഫ്ലവറിൻ്റെ സ്ലൈഡ് വാങ്ങിച്ച്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ രണ്ട് ഇതായിട്ട് കെട്ടിക്കൊണ്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടാം. അതുകൊണ്ട് അതിതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 2 ബണ്ണ് വാങ്ങിച്ചു. ഇതിനകത്തുള്ള സാധനമായിരുന്നു ഇതല്ല. 2 ബണ്ണ് വാങ്ങിച്ചു. പിന്നെ അതേ കളറിൽ ഇറേസറും കിട്ടി. ഇതിന് മണമുള്ള ഇറേസറാണ്. ഞാനിതുവരെ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചാൽ ഇത് പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഞാനിതുവരെ ഇത് പൊട്ടിച്ചിട്ടില്ല. നല്ല മണമാണ് ഗൈസിന്. പിന്നെ 2 പെന്നാണ് വാങ്ങിച്ചേ. പിന്നെ നമ്മളിപ്പോൾ 2 പെന്നേ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി പെന്ന് ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിറ്റായിട്ട് കിട്ടും. നമുക്ക് ഇങ്ങനെ സ്കൂൾ തുറക്കുമ്പം കിറ്റും കിട്ടും. അതിനകത്ത് കുറച്ച് ബുക്സും കാര്യങ്ങളെല്ലാം കാണും. അതുകൊണ്ട് അത് 2 വാങ്ങിച്ചുള്ളൂ. പെൻസിലും 1 വാങ്ങിച്ചുള്ളൂ. അതും കിറ്റായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് കിറ്റ് കുറേ കിട്ടും. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയത് അപ്പുറത്തെ സ്കൂളിൽ നിന്ന്. എല്ലാ സ്കൂളിലും അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതും 2 പേനയും 1 പെൻസിൽ. അപ്പം ഇത്രയാണ് ഈ പൗച്ചിനകത്തെ സാധനങ്ങൾ. എനിക്ക് പൗച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടാണ്, നല്ല രസമായിട്ട് ഇതിനകത്ത് കാണാൻ. ബാക്കി ഉണ്ട്, കാണിച്ചു തരാം. എനിക്ക് അങ്ങനത്തെ പേന ഇഷ്ടം. അതുകൊണ്ട് അത് വാങ്ങിച്ചു. പിന്നെ വരുന്നത് നിങ്ങൾ ഓർത്തുകയാണ് ഷാർപ്പ്നർ എന്ത് ചെയ്യാൻ. അപ്പം നിങ്ങൾ ഓർത്തുകയാണ് ഷാർപ്പ്നർ എന്ത് ചെയ്യുന്നതാ, നല്ലൊരു പുതിയ ഷാർപ്പ്നർ വാങ്ങിച്ചു. ഇതെനിക്കില്ലാത്തൊരു ഷാർപ്പ്നറായിരുന്നു. പിന്നെ അത് പോയി വാങ്ങിച്ച് ഡസ്റ്റ് കളക്ടറാട്ടോ, അതിൻ്റെ കൂടെ ഉള്ളൊരു ഷാർപ്പ്നറും വാങ്ങിച്ചു. പിന്നെ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചു. എനിക്ക് ഈ ടിഫിൻ ബോക്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തുറന്ന് കാണിച്ചു തരാവേ. നല്ല ടിഫിൻ ബോക്സ് അവിടെ. ഇത് കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ, നല്ല ടിഫിൻ ബോക്സ് അല്ലേ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടിഫിൻ ബോക്സാണ് ഇത്. എൻ്റെ അകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 ഇതുണ്ട്. നമുക്ക് സ്നാക്സോ വല്ലതും കൊണ്ടുപോകണമെങ്കിൽ അവിടെ നിന്നാണ് ചോറൊക്കെ നമുക്ക് കിട്ടുന്നത്. സ്നാക്സോ വല്ലതും കൊണ്ടുപോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ലൊരു ഔളിൻ്റെ പിക്ചറുള്ള പിങ്ക് ഔൾ. ആദ്യമായിട്ട് ഗൈസ് പിങ്ക് ഔളിനെ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തോട്ട് നോക്കിയാക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള സാധനം. ഒരെണ്ണം കാണിച്ചില്ല, അത് കാണിക്കാവേ. ഇതൊന്നും എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഗൈസ് വാട്ടർ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു. അടിപൊളി വാട്ടർ ബോട്ടിലാട്ടോ ഞാൻ വാങ്ങിച്ചത്. ഈ വാട്ടർ ബോട്ടിൽ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഈ വാട്ടർ ബോട്ടിൽ തന്നെ വാങ്ങിച്ച്. അതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ സ്റ്റിക്കർ എടുത്തതേ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാ. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ലോക്കാണ്, തുറക്കാൻ നമുക്ക് പറ്റില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് തുറക്കാൻ കഴിയും. ലെസ്സിൽ കാണാൻ ഇതിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം. സ്പേസ് ആണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് അങ്ങനെ കുറച്ച് എത്ര കുടിക്കണം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ സ്ട്രോ ഉണ്ട്. അകത്ത് ഇത്രയും വെള്ളം ആണ്, ഇത്രയും ഇതാട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാട്ടർ ബോട്ടിലും ഇഷ്ടപ്പെട്ടു. പിന്നെ പൗച്ച്, പിന്നെ ഔളിൻ്റെ എന്താ പറയുക ടിഫിൻ ബോക്സ്. അപ്പം ഇത്രയും നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമാണ്. പിന്നെ വാങ്ങിച്ചത് ബ്രൗൺ പേപ്പർ. അതിൻ്റെ പ്ലാസ്റ്റിക് ഞാൻ അപ്പോഴേ കീറിക്കളഞ്ഞു. അവിടുന്ന് കീറിക്കളഞ്ഞ പ്ലാസ്റ്റിക്. ഒരു ബ്രൗൺ പേപ്പർ വാങ്ങിച്ചത് കണ്ടോ, ചരണ്ടി എല്ലാം കളഞ്ഞു. ബ്രൗൺ പേപ്പർ വാങ്ങിച്ചു. എക്സ്ട്രാ ബ്രൗൺ പേപ്പർ കുറച്ച് ഇരിപ്പുണ്ടെന്ന് തോന്നി ഇവിടെ. അപ്പോൾ ഇച്ചിരി ബ്രൗൺ പേപ്പറും കൂടെ വാങ്ങിച്ചു. ഇച്ചിരി കട്ടിയുള്ള ബ്രൗൺ പേപ്പർ, ഇച്ചിരി കൂടുതലുള്ളത് അതാണ്. പിന്നെ വരുന്നത് ബുക്സാണ്. ഒരു കെട്ടു ബുക്കുണ്ട്. ഒരു 6 വരയിട്ട ബുക്കാട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. 6 വരയിട്ട ബുക്ക് ഉണ്ട്. എന്തിനാണെന്ന് അറിയില്ല. 6 വരയിട്ട ബുക്ക് കണ്ട. എനിക്ക് ഈ ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകം കാണിച്ചു തരാം. ഇതിന് 40 രൂപയാണ് വരുന്നത് കേട്ടോ ഈ ബുക്കിന്. പിന്നെ പേജ് 160 പേജുണ്ട്. നല്ല ബുക്കാണ്. നല്ല മണം. അപ്പം 6 വരയിട്ട ബുക്കും. പിന്നെ ഇതേതാ, പിന്നെ
2 ലൈൻ ബുക്ക് മലയാളം പകർത്ത് 3 എണ്ണം ഉണ്ട്. 2 ലൈൻ ബുക്ക്, 2 ലൈൻ ബുക്ക്, 3 എണ്ണം 2 ലൈൻ ബുക്സ്. പിന്നെ 4 ലൈൻ ഒരെണ്ണം, അതെന്താ അറിയില്ല. 4 ലൈൻ ഒരെണ്ണം. പിന്നെ 2 വര ഇട്ടതെന്ന് വര ഇടാത്തത് 2 എണ്ണം വാങ്ങിച്ചേ. ഇതിന് 40 രൂപയാണെന്ന് തോന്നുന്നു. പിന്നെ പേജൊന്നും കൊടുത്തിട്ടില്ല അതിനകത്ത്, അപ്പം 40 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ബുക്സ് കാണിച്ചു. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടി. ഞാൻ ശരിക്കും ഇംഗ്ലീഷ് മീഡിയമാണ്, പക്ഷേ മലയാളം മീഡിയത്തിൻ്റെ കിട്ടി. ഇംഗ്ലീഷ് മീഡിയത്തിന് പിന്നെ കിട്ടുള്ളൂ. ഇംഗ്ലീഷ് കിട്ടി, സാൻസ്ക്രിറ്റ് കിട്ടി, ഹിന്ദി കിട്ടി, മാത്സ് കിട്ടി, പിന്നെ ബേസിക് സയൻസും കിട്ടി. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ സ്കൂളിലോട്ട് ആവശ്യമായിട്ടുള്ള കൊണ്ടുപോകാനൊക്കെ വാങ്ങിച്ചത്. ഇനി സ്കൂളിൽ ഞങ്ങളുടെ യൂണിഫോം ഇതാട്ടോ വരുന്നത്. യൂണിഫോമിൻ്റെ കളറിനനുസരിച്ചുള്ള അക്സസറീസ് അതെ. ഇത് പിന്നെ സ്റ്റാപ്ലെയർ, പിന്നെ വള വേസ്റ്റ് 2 വള ബ്ലൂ കളറ് വള വാങ്ങിച്ചു. ഇട്ട് കാണിച്ചതാണ്, ഒരെണ്ണം ഇട്ട് കാണിച്ചതാണ്. ബ്ലൂ കളറിൽ വള വാങ്ങിച്ചു. പിന്നെ ഇത് ഇത്രയും കളറിൽ സാധാ ഹെയർ ബാൻഡേ അവിടെ പറ്റുള്ളൂ, ഇങ്ങനെ ഇതൊന്നും ആയിട്ടുള്ള പറ്റൂല. അപ്പം 3 ഹെയർ ബാൻഡും വാങ്ങിച്ചു. അത്രയാണ് ഹെയർ ആക്സസറീസ് വാങ്ങിച്ചത്. ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ബാക്കിയൊക്കെ. പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച, സ്കൂളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആദ്യം വരുന്നത് ഈ ഒരു ഉടുപ്പാട്ടോ. ഞാൻ 2 ഉടുപ്പാണ് വാങ്ങിച്ചത് ടോട്ടൽ. ഈ ഒരു ഉടുപ്പ് വാങ്ങിച്ചു. നല്ല രസമില്ല കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഉടുപ്പിന് മുട്ടുങ്ക വരെ ഇതുള്ള ഇറക്കം, അതുകൊണ്ട് തന്നെ ഒരു പാൻറ്റും വാങ്ങിച്ചു. ഇങ്ങനത്തെ ഒരു ഇവിടെ ബോയൊക്കെ വെച്ചിട്ടൊരു പാൻറ്റും വാങ്ങിച്ചു, ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചു. ഇതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്, പിങ്ക് കളറിൽ ഒരു ഗോൾഡൻ വർക്ക് വരുന്നത് കണ്ടോ, ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. കൈയൊക്കെ ഇങ്ങനത്തെ വരുന്നത്. ഇത് ഞാനൊന്ന് ഇങ്ങനത്തെ ഒരു ഡ്രസ്സും കൂടി, ഇതിന് കണ്ടോ കാലറൊക്കെ ഇത്ര ഉള്ളതുകൊണ്ട് ഈ ഒരു പാൻറ്റും കൂടി വാങ്ങിച്ച് ഇതിട്ട് ഞാൻ അവസാനം കാണിക്കാം. പിന്നെ ഞാൻ യൂണിഫോം കാണിക്കാം. അപ്പോൾ ഗൈസ് യൂണിഫോം ഞാൻ ഇപ്പോൾ കാണിക്കില്ല, യൂണിഫോം നിങ്ങൾക്ക് സർപ്രൈസ് നാളെ കാണിക്കാം. ഇപ്പം ഞാൻ കാണിക്കാൻ വന്നേ, നിങ്ങൾ പലരും ചോദിച്ചു സ്റ്റിക്കർ നെയിം സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചത് കേട്ടോ. നെയിം സ്ലിപ്പ് ഞാനൊരു കൊട്ടയാണ് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നത്. ഈ ഒരു ഫയലിനകത്ത് ഞാൻ എടുത്തിട്ടേക്കുക. ഇത് കണ്ടോ, ഇതിന് ഒരെണ്ണേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഇത് പെട്ടെന്ന് കാണിക്കാം കേട്ടോ, ഒരിടം വരെ പോകണം. പിന്നെ ഗൈസ് ഒരു കെട്ട്, ഇത് കണ്ടോ ചോട്ടാ ഭീമിൻ്റെ ഒരു കെട്ടിരിക്കുക അത്. പിന്നെ ഈ 2 സ്റ്റിക്കർ, ഇതിൻ്റെ അകത്തും കുറേ ഉണ്ട്, 4 എണ്ണം വീതമുണ്ട്. പിന്നെ ഇത് ഇന്നലെ പോയപ്പോൾ എനിക്ക് യൂണിക്കോണിൻ്റെ ഇല്ലാത്തതാണ്, ഓരോ കളക്ഷനായിട്ട് കൊണ്ടുപോവാണ്. ഇത് ഇന്നലെ പോയപ്പോൾ യൂണിക്കോണിൻ്റെ വാങ്ങിച്ചു. പിന്നെ ഇനിയുള്ളത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരെണ്ണം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ. അപ്പം നാളെയാണ് സ്കൂളിൽ വെക്കുന്നത്, അത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ടൈം 2 ഓട്ടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയാണ് ഞാൻ സ്കൂളിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ. സ്റ്റിക്കർ ഞാൻ അങ്ങ് കാണിച്ചാട്ടോ, നെയിം സ്ലിപ്പ്. അപ്പോൾ ഇത്രയാണ് വാങ്ങിച്ചത്. യൂണിഫോം ഞാൻ നാളെ കാണിക്കാം, ഇട്ടുകൊണ്ട് പോകുമ്പോൾ, നാളെയല്ല എന്നാണ് ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പം കാണിക്കാൻ കഴിയും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ നിങ്ങളും ഈ സാധനങ്ങൾ വാങ്ങിച്ചോ എന്നുള്ളത് താഴത്തെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. അതും ഇഷ്ടപ്പെട്ടോന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ചേട്ടാ ബൈ സീ യു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഞെക്കി പൊട്ടിക്കണം. ബൈ.